ഒരു ഹെൽത്തി സൂപ്പ് കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ഏതാണെന്ന് അറിയാമോ? നമ്മുടെ സ്വന്തം ബ്രോക്കോളി സൂപ്പ്. ഇത് എങ്ങനെയാണ് സിമ്പിളായിട്ട് തയ്യാറാക്കുന്നത് എന്ന് നോക്കിയാലോ? ആദ്യം ഇതിനാവശ്യമായ സാധനങ്ങൾ നോക്കാം. നല്ല ഫ്രഷ് ബ്രോക്കോളി, പിന്നെ ഫ്ലവറിന് വേണ്ടി സെല്ലറി, വെളുത്തുള്ളി, പകുതി സബോള, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി ബ്രോക്കോളി നമുക്ക് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് നന്നായി കഴുകിയെടുക്കണം. ബ്രോക്കോളിയിൽ ധാരാളം വിറ്റാമിൻസും ഫൈബറും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും സവാളയും ചേർത്ത് നന്നായി വഴറ്റാം. അതൊന്നു വാടിയാൽ സെല്ലറി കൂടി ചേർത്ത് നല്ലൊരു മണം വരുന്നത് വരെ ഇളക്കാം. സൂപ്പിന് ഒരു നല്ല ഫ്രഷ് ഫ്ലേവറും അതുപോലെ ഒരു പ്രത്യേക മണവും കിട്ടാൻ സെല്ലറി സഹായിക്കും. ഹെൽത്തിയായ സൂപ്പുകൾ തയ്യാറാക്കുമ്പോൾ സെല്ലറി ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് ബ്രോക്കോളി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യണം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം. നമ്മുടെ ശരീരത്തിന് നല്ല ഉന്മേഷം നൽകുന്ന ഒരുപാട് പോഷകങ്ങൾ ബ്രോക്കോളിയിൽ ഉണ്ട്. ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് വളരെ നല്ലതാണ്. ബ്രോക്കോളി നന്നായി വെന്ത് സോഫ്റ്റ് ആകുന്നത് വരെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായി തണുക്കാൻ വെക്കാം. ഇതിപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി വേവിച്ചു വെച്ചിരിക്കുന്ന ബ്രോക്കോളി ആ വെള്ളത്തോടു കൂടി തന്നെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. സൂപ്പിന് നല്ല കൊഴുപ്പ് കിട്ടാൻ ഈ വെള്ളം തന്നെ മതിയാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതാ നോക്കിയേ, നല്ല സ്മൂത്തായിട്ട് ഇത് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്താൽ സംഭവം റെഡി. ഈ സൂപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇനി നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.